ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സേഫസ് വ്ളോഗ്സ്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജിദ്ദയിൽ നിന്നും ഒരു 900 കിലോമീറ്റർ 850-900 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്തുന്ന ജിസാനിലുള്ള ഒരു വാദി ലജബ് എന്നുള്ള ഒരു അഡ്വഞ്ചറസ് ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് അവിടെയുള്ള കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങൾ, അതേപോലെ തന്നെ വ്യൂസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, 2 വലിയ മലകൾക്കിടയിലൂടെ ആണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും കാരി ട്രക്ക് അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ വണ്ടിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നല്ല ബ്യൂട്ടിഫുള്ളി യു ക്യാൻ സീ 2 സൈഡിലും നല്ല മലകൾ ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ വാദി ലജബ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ 2 മലകൾക്കിടയിലുള്ള യാത്രയാണ്. ട്രക്കിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലൂടെയുള്ള യാത്രയാണ്. അത് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾ ആ അരുവി, അതുപോലെ തന്നെ നമ്മുടെ പാറകൾക്കിടയിലൂടെ എത്തിയുള്ളൂ. ശരിക്കും പാറകൾക്കിടയിലൂടെ ഉള്ളൊരു ട്രക്കിംഗ്, ഒരു ഹൈക്കിംഗ് യാത്രയാണ് ശരിക്കും ഇത് പറയുന്നത്. Come Tara. അപ്പോൾ അങ്ങനെ പാറകൾക്കിടയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ പാറകളുണ്ടെങ്കിൽ അവർക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലാഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലാഡർ വഴി നിങ്ങൾക്ക് കയറിയിട്ട് അപ്പുറത്തെ ലൊക്കേഷനിലെത്താം. വളരെ കെയർഫുള്ളായിരിക്കണം നിങ്ങൾ പോകുന്ന സമയത്ത്. വലിയ കുത്തനെയുള്ള പാറകളാണ്. അപ്പോൾ അതുപോലെ തന്നെ പാറകളിൽ കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറുക. കാരണം വഴുക്കലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും എടുത്തുകൊണ്ട് മാത്രം ട്രാവൽ ചെയ്യുക. ബാബോ ഷൂ കൊടുക്കണോ കേട്ടോ.
അവിടേക്ക് പോക്ക് നടക്കൂല, ഭയങ്കര റിസ്ക്കാ. ഓ സോറി ബാബു, കെയർഫുള്ളാ. കെയർഫുൾ. If you want to experience adventurous journey in Saudi Arabia, just visit Wadi Lajab. Okay, it is too adventurous. Okay. Wadi Lajab. Allahu Akbar. അവിടെ കുണ്ടുണ്ടാവും. കുണ്ടല്ല, അവിടെ കോണി, ചെറിയൊരു കോണി, അതിൻ്റെ കൂടെ പിന്നെ ഒരു കയറാണ്. കയറുമ്പോൾ നമ്മളെ താത്തിക്കാം. മൊബൈലിൽ പറ്റി പോകാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിൽ കൂടെ കയറണം. മൊബൈൽ ഫ്ലാഷ് ഓണാവൂല്ലോ. അതിൻ്റെ അവിടെ ലൈറ്റ് ഉണ്ടാ, അവിടെ ഒരു കോണിയാണ്. അത് ആള് പറഞ്ഞാ അത് കോണിയാണ്. അവിടുന്ന് അങ്ങോട്ടൊരു കയറില്ല, ഇങ്ങനെ ഒരൊറ്റ റാപ്പാണ്. ആ കയറുമ്പോൾ കൂടെ നമ്മൾ അങ്ങോട്ട് കുഞ്ഞാണ്ട് എത്തണോ? കൊറേ ആൾക്കാർ തിരിച്ചു വരും, അവിടെ പോകാൻ പറ്റില്ല. ആ കോണി ഉണ്ടാ, അവിടുന്ന് അപ്പുറത്തേക്ക് നേരെ താഴത്തേക്ക് അങ്ങനെയാണ്, അങ്ങോട്ടാണ്ട് പോഴു. താഴത്തേക്ക് ലൈറ്റിൽ എനിക്കൊരു ചങ്ങനെ മൊബൈൽ വെച്ചാൽ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കാറില്ല. വാദി ലജബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അഡ്വഞ്ചറസ് ട്രക്കിങ്ങിന് അല്ലെങ്കിൽ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ നടത്തമാണ്, ഈ വാക്കിംഗ് ആണ്. അതായത് ഈ പാറകൾക്കിടയിലൂടെ ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. ഇടയിൽ ഇങ്ങനെ ചെറിയുള്ള അരുവി പോലെ പാറയുടെ ഇടയിൽ കൂടെയുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. അതുപോലെ തന്നെ കുത്തനെയുള്ള പാറകളുണ്ടാവും, ചെറിയ പാറകളുണ്ടാവും. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ഒരു വേ അതിലൂടെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും കൂടുതലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത്. കുറച്ച് സമയമെടുത്ത് ഉള്ളൂ നമുക്ക്
അടുത്ത ലൊക്കേഷനിലെത്താൻ കഴിയുള്ളൂ. എന്താ ബാബു അങ്ങനെ വഴി ഉണ്ടായിട്ടാ ഞാൻ എൻ്റെ മുമ്പിൽ കിടക്കാം അവിടെ സേഫ കമ്പമരിക്ക